നമസ്കാരം. ആരോഗ്യരംഗത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളിൽ പലരും ജീവിതശൈലി രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിത രീതി, അതുപോലെ തന്നെ ഭക്ഷണക്രമം, ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ കൂടാനുള്ള കാരണം. ഇത് കൃത്യമായിട്ട് ഗൗനിച്ചില്ലെങ്കിൽ പിന്നീട് ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് മാറും. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങളും ആയുർവേദ പ്രതിവിധിയും എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ചാവക്കാട് മണത്തല ശ്രീചിത്ര ആയുർവേദ നഴ്സിംഗ് ഹോം ഫൗണ്ടർ ഡോക്ടർ മധുസൂദനൻ. ഡോക്ടർ നമസ്കാരം, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പലർക്കും എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് തന്നെ കൺഫ്യൂഷനാണ്. കാരണം ഇന്ന് ഒരുപാട് അസുഖങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ സാധാരണയായിട്ട് ജീവിതശൈലി രോഗങ്ങളുടെ ഗണത്തിൽ ഏതൊക്കെ അസുഖങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? ഇന്ന് നമ്മൾ തിരക്കേറിയ കാലഘട്ടത്തിൽ നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മൾ കറക്റ്റായ രീതിയിലുള്ള ഭക്ഷണ രീതി ശരിയായ രീതിയിലല്ലാതിരിക്കുക, വ്യായാമക്കുറവ്, അതേപോലെ ഉറക്കക്കുറവ്, ഇത്തരം ജീവിതചര്യയിൽ വരേണ്ട വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രമേഹമുണ്ട്, അമിതമായ വണ്ണമുണ്ട്, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് ക്യാൻസർ വരെ ഇത് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഓരോ ദിനം പ്രതി ആളുകളിൽ പലവിധ അസുഖങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രഷർ, ഷുഗർ, ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം ഇപ്പോൾ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ജീവിത രീതിയുടെ ഒരു മാറ്റം തന്നെയാണോ ഇതിന് ഏറ്റവും വലിയൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്? തീർച്ചയായും. പണ്ട് നമ്മുടെ ഭാരതത്തിലൊക്കെ ഒരു സംസ്കാരം നമ്മൾ നിലനിർത്തിയിരുന്നു. കാരണം നമ്മുടെ ഭക്ഷണക്രമങ്ങൾ, നമ്മളെ വ്യായാമം എല്ലാം, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുക. ഇന്നിപ്പോൾ കൃഷിയിടങ്ങളില്ലെങ്കിലും അതിനേതനുസരിച്ചിട്ടുള്ള വ്യായാമ മുറകൾ ചെയ്യുക. അതേപോലെ ഭക്ഷണ രീതി ആവുന്നതും ഇന്ന് നമുക്ക് ചുറ്റുഭാഗം നോക്കി കാണാവുന്ന ഒരു പ്രത്യേകത, കണ്ടമാനം കൂനുപോലെ മുളച്ചു പൊന്തുന്ന ഹോട്ടലുകൾ. ഈ ഹോട്ടലിൻ്റെ എണ്ണം കൂടുന്തോറും ഹോസ്പിറ്റലിൻ്റെ എണ്ണവും കൂടും. അത് അമിതമായിട്ടുള്ള ഈ ഭക്ഷണ രീതി, പുറത്തുനിന്നുള്ള ഭക്ഷണ രീതി, നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന രുചിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഓരോ ഇതിലും നമ്മൾ വിഷാംശങ്ങൾ കലർന്നിട്ടുള്ള നമ്മുടെ ശരീരത്തിന് പറ്റാത്തതായിട്ടുള്ള ഓരോ ഘടകങ്ങൾ അതിൽ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾക്ക് ഓരോ അസുഖങ്ങളിലേക്ക് പോരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഭക്ഷണ രീതിയും ഈ വ്യായാമക്കുറവെല്ലാം ഉണ്ടാവാൻ കാരണം നമ്മുടെ കൊറോണ കാലഘട്ടം നമ്മളെ അത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം കൊറോണ സമയത്ത് നമ്മൾ പുറത്തിറങ്ങാതിരിക്കുകയും നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുകയും അമിതമായ ഉറക്കം സാധാരണ നമ്മൾ ബ്രാഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠേ എന്നാ പറഞ്ഞിട്ടുള്ളത്, ശരിയായ പുലർച്ചെ എഴുന്നേൽക്കുക. അത് നമുക്കൊരു ശരിയായ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന ഒരു പോസിറ്റീവ് വൈബ്, ഒരു പോസിറ്റീവ് എനർജി ശരിക്കുണ്ട്. അത് ഇന്ന് മിക്ക പുതിയ തലമുറയിലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജോലിക്ക് പോകാത്ത ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ കുട്ടികൾ എഴുന്നേൽക്കുക ഉച്ചയ്ക്ക് 12 മണി 11 മണിയോട് കൂടിയിട്ടാണ്. ഇതെല്ലാം അവരുടെ രീതിയിലുള്ള അവരുടെ ദഹനക്കുറവ്, അവരുടെ രീതിയിലുള്ള എല്ലാ രീതിയിലും അവരെ ഒരു രോഗിയാക്കാനുള്ള പ്രവണതയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഇപ്പോൾ ഡോക്ടർ ആദ്യമേ സൂചിപ്പിച്ചു, ഹൃദ്രോഗം വരെ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെന്ന്. ഇന്ന് നമുക്കറിയാം, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ രോഗികളുടെ എണ്ണം കൂടുതലാവുകയാണ്. പ്രത്യേകിച്ച് ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. അതിൽ ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ല എന്നുള്ളതും വലിയൊരു സത്യമാണ്. അപ്പോൾ ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതെങ്ങനെയാണ് ഒരു ജീവിതശൈലി രോഗമായിട്ട് മാറാനുള്ള കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിൽ അമിഞ്ഞുകൂടിയ കൊളസ്ട്രോളിൻ്റെ ലെവല് കൂടുക, അതേപോലെ തന്നെ അമിതമായ പിരിമുറുക്കം, നമുക്ക് സ്ട്രെസ്സ് ഇന്ന് ചെറിയ സ്കൂൾ കുട്ടികൾ തൊട്ടിട്ട് സ്ട്രെസ്സിൻ്റെ അടിമകളാണ്. കാരണം അവരെ വീട്ടിൽ നിന്ന് ഒരു തരം പ്രഷർ കൊടുക്കുകയാണ്. മറ്റുള്ള കുട്ടികൾ പഠിക്കുന്ന പോലെ നീ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത വീട്ടിലെ കുട്ടി പഠിക്കുന്ന പോലെ ആ കുട്ടിയുടെ അത്ര പെർഫോം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ഈ കുട്ടിക്ക് സ്ട്രെസ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ബാല്യകാലത്തിലുണ്ടാവുന്ന ഈ കുട്ടികളുടെ മനസ്സിൽ അവരുടേതായ രീതിയിൽ പഠിത്തത്തിലായാലും അതല്ലെങ്കിൽ അവർ ഓരോ രീതിയിൽ ഇപ്പോൾ ഡാൻസ് അല്ലെങ്കിൽ മറ്റുള്ള കലാപരമായിട്ട് പറയുകയാണെങ്കിലും ആ കുട്ടി കളിക്കുന്ന പോലെ നീ കളിക്കുന്നില്ല, എന്തുകൊണ്ട് നീ കളിക്കില്ല,
അപ്പോൾ അവനിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്യും, ഒപ്പം അത് സ്ട്രെസ്സായിട്ട് വരികയും ചെയ്യണം. ഈ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ തരത്തിലും അത് ഒരു അഡൽട്ട് ആകുമ്പോൾ, ഒരു പ്രായപൂർത്തിയാകുമ്പോൾ നമുക്ക് കൊളസ്ട്രോള്, ഹൈപ്പർ ടെൻഷൻ എന്നിവയിലേക്ക് മടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഇതാക്കുമ്പോൾ നമുക്ക് ഓരോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഓരോ ഹോട്ടലുകളും അവരുടേതായിട്ടുള്ള കച്ചവടത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്ന കൂട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ആയുർവേദ രീതി പ്രകാരമുള്ള വിരുദ്ധമായിട്ടുള്ള ആഹാര രീതി അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ശരീരത്തിലേക്ക് കടക്കുന്നത്. ഈ ശരീരത്തിലേക്ക് വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങളും വിരുദ്ധമായിട്ടുള്ള ഈ ടേസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ടോക്സിൻസ് ആയിട്ട്, അതല്ലെങ്കിൽ വിഷാംശമായിട്ട് നമ്മുടെ ശരീരത്തിൽ കുമിഞ്ഞുകൂടുന്നു. ഈ കുമിഞ്ഞുകൂടുന്നത് കൊളസ്ട്രോൾ ലെവലായിട്ട് നമുക്ക് ഗണിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ശരിയായ രീതിയിൽ ഉള്ള ജഠരാഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് പവർ, ഈ ഡൈജസ്റ്റീവ് പവറിനെ കുറയ്ക്കും. ഈ ഡൈജസ്റ്റീവ് പവറിനെ കുറയ്ക്കുമ്പോൾ അത് ഒരു ആമാവസ്ഥയിൽ, അതായത് ഒരു ദഹനമില്ലാതെ ഒരവസ്ഥയിൽ കെടുക്കുകയും അത് പലവിധ രോഗങ്ങൾക്കും കാരണമാകുന്നു. ഇത്തരം ഒരു ആമാവസ്ഥയും അതേപോലെ ശരീരത്തിലുണ്ടാകുന്ന ഹൈപ്പർ കൊളസ്ട്രോളും ഹൈപ്പർ ടെൻഷനും എല്ലാം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് പല രീതിയിലും കാണാം. നമുക്കറിയാം, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ കുഴഞ്ഞു വീണു മരിക്കുന്നു. പ്രത്യേകിച്ച് 14-13 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇത്തരത്തിൽ മരണപ്പെടുന്നു എന്നുള്ളത് വളരെ ഇന്നിപ്പോൾ വളരെ പലരും പറയും അത് കൊറോണ വാക്സിനേഷൻ. നമുക്ക് കൊറോണ വാക്സിനേഷൻ ഒരു പരിധി വരെ ഉണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറം നമ്മൾ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മളുടെ ജീവിതശൈലികൾ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. കാരണം ഉറക്കം കൂടുതലും, ശരിയായ രാത്രി കാലങ്ങളിലും 3 മണി 4 മണി വരെയൊക്കെ, പുലർച്ചെ വരെയൊക്കെയാണ് കുട്ടികൾ ഉറക്കമൊഴിച്ചിരുന്നിട്ട് അവർ വീഡിയോയും ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആകുമ്പോൾ അവരുടെ ദഹന പ്രക്രിയ, അവരുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മാറ്റം സംഭവിക്കുന്നു. ഇത് അവരുടെ അനാരോഗ്യം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വില്ലൻ എന്ന് പറയുന്നത് പൊണ്ണത്തടിയാണ്. അതും ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അത് കൂടുതലായിട്ട് കുട്ടികളിൽ മുതൽ വലിയവരിൽ വരെ വളരെയധികം കാണുന്നു. അത് എങ്ങനെ തടയാം ഡോക്ടർ? ഇന്ന് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഡിജിറ്റൽ ഡിറ്റോക്സിഫിക്കേഷൻ വേണമെന്ന് ഞാൻ പറയും. കാരണം മിക്ക കുട്ടികളും ഒരു കുടുംബ പശ്ചാത്തലമായാലും അല്ലെങ്കിൽ ഏത് സർക്കിളായാലും ഓരോരുത്തരുടെ മൊബൈൽ പിടിച്ച് അവരവരുടേതായ ലോകം പോകും. നമ്മളിപ്പോൾ മിക്ക പേരും വീട്ടിലിരുന്ന് ജോലി ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളിരുന്ന് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഓരോന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്ത് ഭക്ഷണ സാധനങ്ങൾ അവരറിയാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ക്രമമായിട്ടുള്ള ഒരു അളവോ ഒരു നിയമമോ ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ പൈസ ബാങ്കിലിടുമ്പോൾ അത് ഡെപ്പോസിറ്റ് ചെയ്യണ പോലെ ഇത്തരം ഭക്ഷണ രീതികൾ ഫാറ്റായിട്ടും മറ്റും ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റായിട്ടാണ് ഈ ഡെപ്പോസിറ്റ് അമിതമായ വണ്ണത്തിന്. എന്നാൽ ഇത്തരം കുട്ടികളിൽ മുമ്പത്തെ ജനറേഷനെ അപേക്ഷിച്ച് വ്യായാമക്കുറവ് വളരെയധികം പ്രാധാന്യമാണ്. അപ്പോൾ വ്യായാമം ഇല്ലാതിരിക്കുക, ഈ അമിതമായ ഭക്ഷണം കഴിക്കുക, ഇത് ഈ പൊണ്ണത്തടിക്ക് കാരണമാകും. ഈ പൊണ്ണത്തടി കൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പ്രമേഹമെല്ലാം വളരെ വ്യക്തമായിട്ട് ഇത്തരം പ്രവണതകൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ മൊബൈലിന്റെ ഉപയോഗമാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം വ്യായാമത്തിന് സമയമില്ല. കാരണം കുട്ടികളും മുതിർന്നവരും ഒക്കെ മൊബൈൽ അഡിക്റ്റഡ് ആണ്. അപ്പൊ ഈ മൊബൈലിന്റെ ഉപയോഗം ഒരു പരിധിവരെ ജീവിതശൈലി രോഗങ്ങൾ കൂടാൻ കാരണമാകുന്നില്ലേ? തീർച്ചയായിട്ടും. അടുത്ത ദിവസം ഞാൻ ഏതോ ഒരു ഇതിൽ വായിച്ചു, ഒരു 3 മാസം ഒരു IAS ലഭിച്ച ഒരു കുട്ടിയുടെ 3 മാസം ഞാൻ കംപ്ലീറ്റ് എൻ്റെ മൊബൈൽ ഒഴിവാക്കി. എന്നിട്ട് കംപ്ലീറ്റ് പഠിത്തത്തിൽ ശ്രദ്ധ കൊടുത്തപ്പോഴാണ് ആ കുട്ടിക്ക് IAS നേടിയെന്ന് ഒരു ഇതിൽ വായിച്ചു. അതേപോലെ ഈ മൊബൈൽ ഒരു ഉപയോഗം, കാരണം ഇന്ന് മൊബൈലില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്, അത് നമ്മൾ സമ്മതിക്കുന്നു. എല്ലാം നമ്മളുടെ വിരൽത്തുമ്പിൽ അറിയാവുന്ന ഒരു ഇതാണ്. ഇത് ഒരു സമയ പരിധി വയ്ക്കുക. നമ്മൾ കാലത്ത് 1 മണിക്കൂറോ അല്ലെങ്കിൽ വൈകിട്ട് 1 മണിക്കൂറോ നമ്മൾ മൊബൈൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റതും അത്യാവശ്യം മാത്രം ഉപയോഗിക്കുക എന്നുള്ളൊരു പ്രത്യേകത കൊണ്ടുവരണം. അല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ ഇന്ന് ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്, ഒരു ബസ് സ്റ്റാൻഡിൽ പോയാലും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ എയർപോർട്ടിലോ എവിടെ പോയാലും എല്ലാവരും മൊബൈലിലായിരിക്കും. ഈവൻ ഒരു കുടുംബത്തിലെ പോലും അംഗങ്ങൾ തമ്മിൽ പരസ്പരം
അധികം സംസാരിക്കാറില്ല, എല്ലാം മൊബൈലാണ്. ഈ മൊബൈൽ ഒരു ഡിജിറ്റൽ ഡിറ്റോക്സിഫിക്കേഷൻ നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ജനതയ്ക്ക് ആവശ്യമാണ്. ഇത് നമ്മുടെ ബ്രെയിനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും വളരെയധികം അനാരോഗ്യത്തെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണമാണ് ഏറ്റവും കൂടുതലായിട്ട് വില്ലനാകുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്. കൂടുതൽ പുറത്തുനിന്നുള്ള ഭക്ഷണത്തെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ അമിതമായിട്ട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു. ഈ ഒരു ഭക്ഷണത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം അത് എത്രത്തോളം നമ്മുടെ ശരീരത്തെ തെറ്റായിട്ട് ബാധിക്കുന്നുണ്ട്? ശരിക്കും ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ആയുർവേദ രീതിയിൽ 2 നേരമാണ് ഭക്ഷണം കഴിക്കാൻ പാടുന്നത്, കാലത്തും വൈകിട്ടും. എല്ലാ നേരം അതും ആ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഓരോ ഹോട്ടലിൽ നിന്നും മാറി മാറി ആണ്. ഒരു ഡൈജസ്റ്റിക് എന്ന് പറയുന്നത് എത്ര മണിക്കൂറിന് ശേഷമാവണം? നമ്മളിപ്പോ രാവിലെ ഭക്ഷണം കഴിച്ചു, എത്ര മണിക്കൂറിന് ശേഷമാവണം അടുത്ത ഭക്ഷണം കഴിക്കാൻ? ശരിക്കും പറയുന്നത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് ഏർലി ഡിന്നർ എന്ന് പറയും. ഒരു 6 മണി, നമ്മുടെ കേരളത്തിൽ ഒരു 6 മണി 7 മണിയുടെ ഡിന്നർ കഴിക്കുക, വൈകുന്നേരം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കിടന്ന് കഴിക്കുക. ഇന്ന് നമ്മളെല്ലാവരും രാത്രി 9 മണിക്ക് ശേഷമാണ് അമിതമായിട്ട് ഭക്ഷണം ഡിന്നർ ഫുള്ള് കഴിക്കുക. ഇത് അനാരോഗ്യത്തിനുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണ രീതി ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. അവരുടെ ദഹനം എങ്ങനെ, അവരുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കണം അവർ ഭക്ഷണം കഴിക്കേണ്ടത്. ഇപ്പോൾ ഒരു വ്യക്തമായിട്ട് ഒരാൾക്ക് ശരിയായ രീതിയിൽ ദഹനം ഇല്ലാതിരിക്കുന്നൊരവസ്ഥയിൽ അയാൾ അമിതമായി ഭക്ഷണം കഴിച്ചാൽ അത് അസുഖങ്ങൾക്ക് കാരണമാവും. നമുക്ക് മലശോധന, അതേപോലെ ശരിയായ രീതിയിൽ ദഹനമില്ലാതിരുന്നാൽ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെയധികം ഒരു മന്ദിപ്പ് അനുഭവപ്പെടും. ശരിയായ രീതിയിലുള്ള ജോലി ചെയ്യാൻ പോലും നമുക്ക് കഴിയില്ല. ഒരു കാലത്ത് ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ അത് മുതിർന്നവരിൽ മാത്രം കാണുന്നതായിരുന്നു. പക്ഷെ ഇന്ന് ചെറിയ കുട്ടികളിൽ മുതൽ ജീവിതശൈലി രോഗങ്ങൾ പിടിപെട്ട് തുടങ്ങി. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ അവരുടെ ജീവിതശൈലി അല്ലെങ്കിൽ ഭക്ഷണക്രമം ഇതൊക്കെ കൃത്യമായിട്ട് ക്രമീകരിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും. മുമ്പത്തെ ഒരു നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉള്ളൊരു ചുറ്റുപാട് എന്ന് വെച്ചാൽ കാലത്ത് കുട്ടികളുടെ എഴുന്നേൽക്കുക, അവർക്ക് ബ്രഷ് ചെയ്ത് അവർ ദിനചര്യകൾ പറയുന്നുണ്ട്. ഈ ദിനചര്യകൾ കറക്റ്റ് വ്യായാമം അല്ലെങ്കിൽ ചില കളരി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പോകുമ്പോൾ ആ കുട്ടികൾ നമ്മൾ ഇന്നിപ്പോൾ വളരെ സുലഭമായി കണ്ടിരുന്ന ഒരു വ്യക്തി എന്താണ്, നമ്മൾ ഈ വേനൽക്കാലമായ കുട്ടികളെല്ലാം ഫുട്ബോളൊക്കെ കളിച്ച് നടക്കുന്നത്. ഇന്ന് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് കാണില്ല, കാരണം അവർ ഫുൾ മൊബൈലിലാണ്. അപ്പോൾ ഈ കളി എന്ന് പറയുമ്പോൾ അവരെ മാനസിക ഉല്ലാസം അതേപോലെ തന്നെ ശാരീരികമായിട്ട് വളരെയധികം അവർക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ജനത വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു പരിധി വരെ ഒരു 50 വയസ്സോ ഒരു 60 വയസ്സോ ആയിട്ടുള്ളവർക്ക് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് കാര്യമില്ല. വരുന്ന തലമുറയ്ക്ക്, ഈ വരുന്ന കുട്ടികളെ നമ്മൾ എങ്ങനെ വളരെ ചിട്ടപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും, അത് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന് അതൊരു മുതൽക്കൂട്ടാവണം. ആ രീതിയിലുള്ള കുട്ടികളുടെ ശരിയായ എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്ക് അമിതമായി ഭക്ഷണം കൊടുക്കാതിരിക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, അത് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക, അവരെ കായികമായിട്ടും അതേപോലെ തന്നെ മാനസികമായിട്ടും സന്തോഷത്തോടു കൂടിയിട്ട് അവർക്ക് മാനസികമായി പിരിമുറുക്കമുണ്ടാകുമ്പോൾ ഓരോ കുട്ടികളും ഇതേ അവസ്ഥയിലേക്ക് പോകും. രക്ഷിതാക്കളുടെ സൈഡിൽ നിന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളുടെ ബാല്യം എന്ന് പറഞ്ഞാൽ അവർ ആസ്വദിക്കേണ്ടതാണ്. അവർ കളിച്ചും ചിരിച്ചും എല്ലാം നടക്കേണ്ടതാണ്. അവരെ ഒരു ചട്ടക്കൂട്ടിലിട്ടുകൊണ്ട് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന മാനസിക സംഘർഷം അവരിലേക്ക് എത്തിച്ച് അവരെയും കൂടി മാനസികമായിട്ട് മോശപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വരും തലമുറയ്ക്ക് അത് വളരെയധികം എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ മാനസിക സമ്മർദ്ദം കൂടി ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ പലതരം സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എന്നിരുന്നാലും ഒരു പരിധി വരെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കെയർ ചെയ്യാം? മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് നമ്മളുടെ ഓരോ കുടുംബങ്ങളിൽ നിന്നാണ്, ഓരോ വീടുകളിൽ നിന്നാണ്. രക്ഷിതാക്കളുടെ സമീപനം, കുട്ടികളോടുള്ള സമീപനം, ആ സമീപനം ഒരു വ്യക്തമായിട്ടുള്ള അവരിൽ നിന്ന് സ്നേഹിക്കാനും അവരുടെ കൂടെ കുറച്ചു നേരം ചിലവഴിക്കാനും കണ്ടെത്തണം. അത് അവർക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും അച്ഛനോടും അമ്മയോടും വളരെ ആ ഒരു സ്നേഹബന്ധം നിലനിർത്തി കൊണ്ടുപോയി ഒരു കുടുംബം കെട്ടിപ്പൊക്കി കൊണ്ടുപോകും.
കൊണ്ടുവരണം. അല്ലാതെ ഇപ്പോൾ അമ്മയോട് ഒരു തുറന്നു പറയാൻ കഴിയാത്ത കുട്ടി, അല്ലെ കുടുംബത്തെ ഒരു സ്വസ്ഥത കിട്ടാത്ത, അല്ലെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഒരു പിരിമുറുക്കമുണ്ടാകുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണെങ്കിൽ ആ കുട്ടി അറിഞ്ഞോ അറിയാതെയോ ഈ മയക്കുമരുന്നുകളിലേക്കും മറ്റുകളിലേക്കും വ്യതിചലിച്ചു പോകുന്നു. അവൻ അവിടെ നിന്ന് ഈ കുറച്ച് ആശ്വാസം കിട്ടുന്നു, അല്ലെങ്കിൽ അവൻ വേറൊരു ഗ്യാങ്ങിലേക്കായിട്ട് പോകുന്നു. അത് അവൻ്റെ ജീവിതത്തിൽ അപകടമാവുന്നു. ഈ മാനസിക സമ്മർദ്ദം തന്നെ രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ പ്രഷർ, ഷുഗർ, ഇതൊക്കെ കൂട്ടാൻ കാരണമാകുന്നു എന്ന് പറയുന്നു. അത് സത്യമാണോ ഡോക്ടർ? വളരെ സത്യമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയും പ്രമേഹം കൂടണമെങ്കിൽ നമ്മൾ പാൽപ്പായസം കഴിച്ചാലാണ് പ്രമേഹം കൂടുക എന്ന് പറയുന്നത്. ഒരു പാൽപ്പായസവും കഴിക്കേണ്ട. നമുക്ക് മാനസികമായി സംഘർഷം അല്ലെങ്കിൽ മാനസികമായ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രമേഹം കൂടും. നമ്മളെ ശരീരത്തിലുള്ള ഓരോ ഹോർമോൺസും അതേ ഓരോ ഗ്രന്ഥികളും നമ്മളുടെ എങ്ങനെയാണ് നമ്മുടെ മാനസികാവസ്ഥ എന്നുള്ള അനുസരിച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുക. ഉദാഹരണമായിട്ട് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു മരണവാർത്ത കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് തോന്നില്ല, നമുക്ക് വേറെ ഒന്നും തോന്നില്ല. അപ്പോൾ നമ്മുടെ ആ വിശപ്പ് ഉണ്ടാക്കുന്ന ഗ്രന്ഥികൾ, അതിൻ്റെ ഹോർമോൺസ് അവിടെ ഒരു തരത്തിലും നമ്മൾ പ്രവർത്തിക്കുന്നില്ല. അതേസമയം നമ്മൾ സന്തോഷത്തിലിരിക്കുകയാണ്, എല്ലാം ഇരിക്കണേ, നമുക്ക് സമയാസമയങ്ങളിൽ വിശപ്പുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതേപോലെ തന്നെ സന്തോഷം ഉണ്ടായിരിക്കുക. അമിതമായിട്ട് നമ്മൾ വളരെ നല്ലൊരു റിസൾട്ട് നമ്മുടെ പഠനകാര്യത്തിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വിശപ്പ് തോന്നില്ല, കാരണം നമ്മൾ അത്ര സന്തോഷിച്ചിരിക്കുകയാണ്. അതൊക്കെ നമ്മളെ ശരീരം, നമ്മളെ മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കുന്നു, അത് നമ്മുടെ ശരീരത്തിലെ എങ്ങനെ, ശരീരവും അതിന് അനുസരിച്ചിട്ടാണ് നീങ്ങുക. ഇപ്പൊ വ്യായാമത്തിന്റെ ഒരു കുറവും ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് കൂട്ടുന്നില്ലേ? തീർച്ചയായിട്ടും. വ്യായാമം എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ ഒരു നമുക്കറിയാം, ഒത്തിരി ജിമ്മ് വർക്കൗട്ട് ചെയ്യാൻ പോവുക, ഇതെല്ലാം എത്ര കണ്ട് പ്രാക്ടിക്കലാണ് എന്നറിയില്ല. ഒരു പരിധി വരെ ഒരു നല്ലതാണ്. പക്ഷേ ചിലർ അതൊരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയിട്ട് ജിമ്മിൽ പോകുന്നവരുണ്ട്. കുട്ടികളിൽ ഇപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ജിമ്മ് ഞങ്ങളെല്ലാം നിർദ്ദേശിക്കുക. 18 വയസ്സ് കഴിഞ്ഞ ഒരു ഗ്രോത്ത് പീരീഡാണ്. ഈ സമയത്ത് ശരിയായ രീതിയിൽ നമ്മൾ കളിക്കുക, ഓടിക്കളിക്കുക, അതൊക്കെ കളിച്ച് വീടുകളിൽ അല്ലെങ്കിൽ പന്ത് കളിക്കുക, അതെല്ലാം ചെയ്ത് അവരെ ഫിസിക്കലായിട്ടുള്ള ഓക്കെ ആയി ഒരു ഗ്രോത്ത് നിന്ന് കഴിഞ്ഞ് ആ ഗ്രോത്തിനെ ചിട്ടപ്പെടുത്തി അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യാനാണ് ജിമ്മുകൾ സഹായിക്കേണ്ടത്. ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ ജിമ്മിൽ പോകുന്നതിൽ അത് ശരിയായ രീതിയിലല്ല എന്നാണ് പറയുന്നത്. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഇതൊക്കെ പരിഗണിച്ചിട്ട് കൂടി വേണ്ട ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ പോലും തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും. അമിത വ്യായാമം കൊണ്ട് തന്നെ രോഗങ്ങളുണ്ട്. ഹൃദയാഘാതം വരെ കഴിഞ്ഞ ദിവസം ജിമ്മിൽ വെച്ച് ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു എന്ന് പറഞ്ഞു. കാരണം അമിതമായ നമ്മുടെ ശരീരത്തിന് അനുസരിക്കണ ഭക്ഷണ രീതി ആയിരിക്കണം, നമ്മുടെ ശരീരത്തിന് അനുസരിക്കുന്ന വ്യായാമ രീതി ആയിരിക്കണം. അല്ലെങ്കിൽ അമിതമായിട്ട് ഉള്ള നമ്മുടെ ശരീരത്തിന് അതിൻ്റെ കപ്പാസിറ്റി ഇല്ലാതെ നമ്മൾ കൂടുതൽ അമിതമായിട്ടുള്ള ഒരു വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് മരണകാരണവും അല്ലെങ്കിൽ അസുഖകാരണവും ആവും. അപ്പം നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തികൾക്കും ആ വ്യക്തികളുടെ ശരീരപ്രകൃതിക്കനുസരിച്ചിട്ടുള്ള വ്യായാമക്രമവും അതേപോലെ തന്നെ ഭക്ഷണ രീതിയും വളരെ പ്രധാനമാണ്. ഇതേപോലെ തന്നെ മാനസികമായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില സത്യങ്ങൾ, നമ്മൾ കളവ് പറയുക, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കും. നമുക്ക് അച്ഛനമ്മമാരോടായാലും മറ്റുള്ളവരോടായാലും കളവ് പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയിൽ അതൊരു ഒരു അഴുക്കായിട്ട് മാറും. അത് ക്രമേണ നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഇതിലേക്ക് മാറും. അതുപോലെ തന്നെ ഡോക്ടർ പലപ്പോഴും പറയുന്ന കേൾക്കാം, അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ വ്യായാമം പൂർണ്ണമായി, അല്ലെങ്കിൽ അരമണിക്കൂറുള്ള നടത്തം മാത്രമേ വേണ്ടൂ എന്നും പലരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? നടത്തം എപ്പോഴും നല്ലതാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരവും മുഴുവൻ എല്ലാ അവയവങ്ങൾക്കും അതിന് എനർജി കിട്ടും, അല്ലെങ്കിൽ ഒരു വ്യായാമം കിട്ടും, രക്ത ഓട്ടം വർദ്ധിക്കും. വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള രക്തം ഓട്ടം വർദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓരോ സെൽസും അല്ലെങ്കിൽ ഓരോ കോശങ്ങളും കൂടുതൽ പ്രവർത്തിക്കുക, നമുക്ക് വേണ്ടത്ര ഓക്സിജൻ നമുക്ക് ഇൻടേക്ക് ചെയ്യുക. നമുക്ക് യോഗ എന്ന് വളരെ നല്ല ഒരു ഇതാണ്. നമ്മളെ ഭാരതത്തിലാണ് ഇപ്പോൾ യോഗയ്ക്ക് വളരെ പ്രാധാന്യം കുറഞ്ഞിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെല്ലാം യോഗ ഒരു വീട്ടിലെ ഒരു സംഭവമായി എല്ലാവർക്കും എന്തായാലും പോകണം എന്നുള്ളൊരു അവസ്ഥയായിരിക്കുകയാണ്.
അപ്പോൾ യോഗ ചെയ്യണത് നമ്മളെ ശരീരത്തിലെ ഓക്സിജൻ ലെവൽ കൂട്ടുന്നു, നമ്മളെ സർക്കുലേഷൻ കൂട്ടുന്നു. ഇതേപോലെ നടത്തം നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ലതും സർക്കുലേഷനും അതേപോലെ ഓക്സിജനും ഒക്കെ കൂട്ടുന്നു. ഒന്നിനും കഴിഞ്ഞില്ലേ കുറച്ച് അരമണിക്കൂറെങ്കിലും നടക്കുക എന്നുള്ളത് വളരെ ഉത്തമമാണ്. ഇപ്പോൾ പ്രതിരോധിക്കാൻ ജീവിതശൈലി രോഗങ്ങളിലുള്ള പ്രതിരോധ മാർഗങ്ങളിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? നമ്മൾ ദിനചര്യ കറക്റ്റായിട്ടുള്ള ഒരു ദിനചര്യ നമ്മൾ അനുഷ്ഠിക്കണം. ആ ദിനചര്യ അതേപോലെ തന്നെ നമുക്ക് ഓരോ ഋതുചര്യകളുണ്ട്. വേനൽക്കാലം, മഴക്കാലം, അതേപോലെ മഞ്ഞുകാലം എന്നെല്ലാം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വേനൽക്കാലത്ത് ആയിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു ക്ഷീണിച്ചിരിക്കുകയായിരിക്കും, ബലം കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ബലം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അമിതമായിട്ട് ഒരിക്കലും വ്യായാമം ചെയ്യാൻ പാടില്ല. ആഹാരത്തിന് ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ഈ ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന ഋതുക്കളിൽ അമിതമായിട്ടുള്ള ആഹാരം കഴിക്കരുത്. ഇതെല്ലാം രോഗകാരണമാണ്. നമ്മൾ ദിനചര്യയും ഋതുചര്യയും നോക്കി നമ്മൾ ജീവിക്കാൻ നോക്കുക. അമിതമായ ഭക്ഷണം കഴിക്കാതിരിക്കുക. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് എത്ര നേരമാണ് ഭക്ഷണം കഴിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും നേരം നമ്മൾ ഓരോ ഫംഗ്ഷന് പോയാലും എല്ലാം വിരുദ്ധമായ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ശരീരത്തിൽ ടോക്സിൻസ് അല്ലാതെ അല്ലെങ്കിൽ വിഷാംശങ്ങൾ വരുന്നു. ഈ വിഷാംശങ്ങളാണ് ക്യാൻസർ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളിലേക്ക് മാറുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമുക്കിപ്പോൾ ഐസ്ക്രീം പോലും ചൂടാക്കി കൊടുക്കുന്ന പല സംവിധാനങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ പല വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങളാണ് അവിടെ അത് സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭക്ഷണ രീതിയിൽ തന്നെ നമ്മുടെ എൻസൈംസുമായിട്ട് കൂടിച്ചേരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. തേന് നമുക്ക് വളരെ നല്ല ഔഷധമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ തേൻ കഴിച്ചാൽ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള വണ്ണം കുറയും എന്നുള്ള എല്ലാവരും പറയാറുണ്ട്. എന്താണ് തേൻ കഴിച്ചാൽ തേൻ കഴിക്കുമ്പോൾ മധുരരസമാണ്. മധുരരസം സാധാരണ നമുക്ക് വണ്ണം വെപ്പിക്കുകയാണ് ചെയ്യുക, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ തേന് കഴിച്ചാൽ എന്തുകൊണ്ട് വണ്ണം കുറയുന്നു? പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. തേൻ കഴിക്കുമ്പോൾ മധുരമാണെങ്കിലും അതിൻ്റെ വിഭാഗം, അതിൻ്റെ ഡൈജഷൻ ഉള്ള സമയത്ത് നമ്മൾ എൻസൈംസിനോട് കൂടി ചേരുമ്പോൾ അത് കടുരസം, അതായത് എരിവ് രസത്തിൻ്റെ പ്രാധാന്യമാണ് കിട്ടുന്നത്. ഈ എരിവ് രസം നമ്മളെ എക്സസ് ഉള്ള ഫാറ്റ്, നമ്മളെ ശരീരത്തിൽ അമിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിൻ്റെ അംശങ്ങളെ കട്ട് ചെയ്യുന്നു. ആ കട്ട് ചെയ്യാനുള്ള ഒരു പ്രവണത, ഒരു ഗുണം തേനുള്ളത് കൊണ്ടാണ് തേൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരം മെലിയുന്നു എന്ന് പറയുന്നത്. പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായതുകൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. ഈ ചോദ്യത്തിന് ഇവിടെ ഒരു പ്രസക്തി ഉണ്ട് പറയണമെന്ന് തോന്നി. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ ഒരു മെലിഞ്ഞിരിക്കുന്ന ആൾ കുറച്ച് തേൻ കൂടുതൽ കഴിക്കുന്നത് ദോഷം ചെയ്യും. അതേസമയം അമിതമായിട്ട് കുറച്ച് വണ്ണം കൂടുതലുള്ള ഒരു വ്യക്തിയാണ് തേൻ്റെ ഉപയോഗം കൂടുതലാണെന്ന് ചോദിച്ചാൽ അത് ഉപദ്രവമല്ല. അയാൾ മധുരരസം, ഇപ്പോൾ പഞ്ചസാരയോ ശർക്കരയോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മധുരരസപ്രധാനമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നത് ഈ തടി കൂടിയിട്ടുള്ള ആൾക്ക് ദോഷമാണ്. ഇപ്പോൾ ആയുർവേദം പറയുന്നത് തന്നെ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ആയുർവേദം അനുശാസിക്കുന്നത്. അതെ അതെ. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളും ആയുർവേദവുമായി ബന്ധപ്പെടുത്തുമ്പോൾ എന്തൊക്കെയാണ് ആയുർവേദത്തിൽ ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ, അല്ലെങ്കിൽ എത്രത്തോളം ജീവിതശൈലി രോഗങ്ങൾക്ക് ഫലപ്രദമാണ് ആയുർവേദം? സാധാരണയായിട്ട് ആയുർവേദത്തിൽ 2 തരത്തിലാണ് ചികിത്സകൾ തന്നെ പറയുന്നത്. ഒന്ന് പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ രോഗം വരാതിരിക്കാൻ, ഒന്ന് വന്ന രോഗത്തെ ചികിത്സിക്കാൻ. ഈ വന്ന രോഗങ്ങൾ പലവിധ രോഗങ്ങളും ആവാം. പക്ഷേ രോഗം വരാതിരിക്കാൻ നമ്മൾ ഉള്ള പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലുള്ള ചികിത്സാ രീതികൾ വളരെ പ്രസക്തമാണ് ആയുർവേദത്തിൽ. ഇന്ന് വിദേശ രാജ്യങ്ങൾ പോലും ഈ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലുള്ള ഇത് വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മുടെ ദിനചര്യ, അതേപോലെ ഋതുചര്യ, നമ്മളെ ഭക്ഷണക്രമങ്ങൾ, ശരിയായ ഉറക്കം, മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഒഴിവാക്കുക, വ്യായാമം, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കുക, ആരോഗ്യത്തോടു കൂടി ജീവിക്കാം. ഇതുപോലെ തന്നെ മനസ്സിനും അതേപോലെ തന്നെ ശരീരത്തിനും ഒരേപോലെ ഇതാണ്. നമ്മുടെ ശരീരമെല്ലാം ശുദ്ധിയായി അല്ലെങ്കിൽ വ്യായാമം ഭക്ഷണ രീതിയിലായി കൊണ്ടുപോവുകയും മനസ്സിൻ്റെ അകത്ത് നമുക്ക് ദുഷ്ടത്തരം അല്ലെങ്കിൽ ചീത്ത ചിന്തകളുണ്ടെങ്കിൽ അത് നമുക്ക് അനാരോഗ്യമാണ്, മാനസിക ആരോഗ്യം കുറവുണ്ടാവും. അപ്പോൾ മനസ്സ് നല്ല ശുദ്ധീകരിച്ച് എല്ലാവരെയും സ്നേഹിക്കാനും അതേപോലെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക, അതും നല്ലൊരു മാനസികാരോഗ്യത്തിന് കാരണമാണ്.
അപ്പോൾ ഡോക്ടർ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ ഭക്ഷണക്രമങ്ങൾ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ കൂടാൻ വലിയൊരു തീർച്ചയായിട്ടും. അപ്പൊ അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. നമുക്ക് ഇന്നറിയാം ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗങ്ങളൊക്കെ വളരെയധികം നമ്മുടെ ജീവിതത്തിലുള്ള വ്യായാമക്കുറവ്, ആഹാരത്തിൻ്റെ ഉള്ള അമിതമായിട്ടുള്ള ആഹാരം, കൂടുതലായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം, ഇതെല്ലാം ഉറക്കമില്ലായ്മ, ഇത് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് മുഖ്യമായ കാരണങ്ങൾ. ഈ കാരണത്തെ ഇല്ലാതാക്കുകയാണ് ഏറ്റവും നല്ല രീതി. ആ രീതിയിലുള്ള ഒരു ജീവിത ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം കഴിയാറായി. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ്. ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഭക്ഷണക്രമങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ വ്യായാമത്തിൽ ഉണ്ടാകുന്ന കുറവ്, ഇതൊക്കെ തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം. ആയുർവേദം അനുശാസിക്കുന്ന പോലെ തന്നെ ചിട്ടയായ ഒരു ജീവിതത്തിലൂടെ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.